ഹലോ ഗൈസ്, ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എൻ്റെ ഉപ്പച്ചിൻ്റെ നാട്ടിൽ നിന്ന് കാണാൻ വന്നു. മൂപ്പരിക്കിന് ഇടയ്ക്കിടയ്ക്ക് കാണാൻ ഒരു സമാധാനം ഉണ്ടാവില്ല. എനിക്കും അങ്ങനെ നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ബസ്സിൽ കയറി. എന്നിട്ട് ഞാനെനിക്ക് ഇല്ലാതെ വ്യാപളനെ പറ്റി കുറേ നേരം ആലോചിച്ചു. അറിഞ്ഞല്ലോ കേട്ടോ, കണ്ണി പൊടി പോയതാണ്. അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ കണ്ടക്ടർ പറഞ്ഞു ഇവിടെ വരെ ബസ് പോകുള്ളൂ. അങ്ങനെ വേറെ ബസ്സിൽ കയറിയപ്പോൾ അവിടുത്തെ കണ്ടക്ടർ പറഞ്ഞു മക്കളെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. അപ്പം നമ്മൾ കുറച്ച് നേരം ഫുട്ബോൾ കളിച്ചു. അവിടെ ആരാണ്ട് എൻ്റെ കൈ കയറി പിടിച്ച് ഞാൻ നോക്കിയപ്പോൾ വളയുന്നു. പേടിച്ചു പോയി സീത്താൻ. അടുത്തല്ലാത്ത അത് എന്നെ തന്നെ നോക്കിയപ്പോൾ അപ്പോൾ മുപ്പത്തി കാണാതെ ഞാൻ എന്നെ തന്നെ ഒരു വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ മെട്രോ കയറിയപ്പോൾ അപ്പച്ചിനെ വീഡിയോ എടുത്തു. എന്ത് രസം എൻ്റെ അപ്പച്ചിനെ കാണാൻ. നമുക്കറിയാം ഈ സാധനം എനിക്ക് ഭയങ്കര ബേജാറാണ്. അതിൽ എത്ര വട്ടം പോലും ഇപ്പോഴും എനിക്ക് പേടിയാണ്. ഇന്ദ്രവേ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ കയറി ഇറങ്ങി തല ഇറങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ വിധാനസൗധയിലെത്തി. നമ്മൾ എന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഈ സാധനം കണ്ട് അപ്പം മോൻ്റെ കുട്ടിയോടെ കിടക്കും. പിന്നെ എൻ്റെ അമ്മച്ചിനെ വീഡിയോ കോൾ ചെയ്ത് കുറേ കകമ്മ റോട്ടുമല കയറി എസ്തെറ്റിക്കായിട്ട് വീഡിയോ എടുക്കണം. ഞാനും പറഞ്ഞാൽ നമുക്ക് കൊടുക്കണം. അപ്പോൾ അവർ സമ്മതിച്ചില്ല. അങ്ങനെ എൻ്റെ പാവപ്പച്ചിക്ക് കുറേ നമുക്ക് തന്നു. അങ്ങോട്ട് പോകുന്ന സ്കൂളേറ്ററിൽ അങ്ങോട്ട് ഇറങ്ങി വരണേ. കുട്ടിക്ക് എന്തൊക്കെയോ മാനസിക പ്രശ്നം ഉണ്ടായിട്ട് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഇട്ടതാണ്. സ്നേഹം കൂട്ടിയിട്ട് ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി അവളെ വലിച്ചു. അങ്ങനെ അവളെ കുപ്പായം കഴിഞ്ഞു. അതിനവൾ കുറേ നേരം നടുവലിച്ച് അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. എൻ്റെ പ്രേമികരെ തലക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു പേടിയിലാണ് നിൽക്കുന്ന ഓളാണിത്. നമ്മൾ ഭയങ്കര സ്നേഹത്തിലാണ് നമ്മളൊരു പ്ലേറ്റിൽ തിന്നുള്ളൂ. നമ്മൾ തിരിച്ച് ഊബറിൽ കയറി. ഡ്രൈവറാണെങ്കിൽ ഏതോ വാക്കനോട് അടി ഉണ്ടാക്കിയിട്ട് ആ ദേശൻ്റെ അടുത്ത് അതെടുത്ത് ഞാനാണെങ്കിൽ മാസമായിട്ട് മുമ്പിലും കയറിയിരുന്നു. ഇനി ഇരിക്കില്ല. അങ്ങനെ പച്ചക്ക് പോകാൻ ടൈമായി. അങ്ങനെ പച്ചി പോയി. അപ്പോൾ അത്രയുള്ള വീഡിയോ. ബൈ.